അമ്മയാണെങ്കിൽ പറയൂടാ അങ്ങനെ. നമസ്കാരം. ഇന്നിപ്പോ പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സ്റ്റേജിൽ നടക്കുന്നു. അത് അവതരിപ്പിക്കുന്നത് പ്രശസ്ത അവതാരകയായിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ആണ്. ആ പരിപാടിക്കിടയിൽ കുറച്ച് കുട്ടികളെ, ചെറിയ കുട്ടികളെ, 11, 12, 10 വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികളെ കാണാതായി എന്നൊരു വിവരം ഇവർക്ക് ലഭിക്കുന്നു. അപ്പോൾ സ്റ്റേജിൽ ഇവരിത് അനൗൺസ് ചെയ്യുകയാണ്. കുട്ടികളുടെ പേരും വയസ്സും പറഞ്ഞ് ഇന്ന കുട്ടികളെ കാണാനുണ്ട് എന്ന് പറയുന്നതിനിടയ്ക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചിലവന്മാർ തമാശ കളിക്കുകയാണ്. അതാ ഇവിടെയുണ്ട്, ദാ നിൽക്കുന്നു, എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് രഞ്ജിനി ഹരിദാസ് പെട്ടെന്ന് ചോദിച്ചു, എടാ നിന്റെ അമ്മയാണ് ഇങ്ങനെ കാണാതെ ആയതെങ്കിൽ നീ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചു. നിന്റെ മുഖം ഞാൻ മറക്കുകയില്ല, ഇങ്ങനെ കുറെ ആളുകളുടെ കൂട്ടത്തിൽ, നല്ലവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില എണ്ണങ്ങളും കാണും എന്നൊക്കെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. ഒരാള് കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ, ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. എന്റെ മുഖം ഞാൻ മറക്കൂല. അപ്പോ എന്തിനാണ് അങ്ങനെ രഞ്ജിനി പറഞ്ഞത്? അവന്റെ അമ്മയ്ക്ക് വിളിക്കുന്നതിന് തുല്യമല്ലേ അത്? തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ തള്ളയ്ക്ക് വിളിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ വെറുതെ രഞ്ജിനിയോടുള്ള എന്തെങ്കിലും ഒരു വ്യക്തിവിരോധം വെച്ചൊക്കെ പറയുന്നതാണെന്ന് എനിക്ക് കരുതാൻ നിവൃത്തിയുള്ളൂ. കാരണം അത്തരം ഒരു സാഹചര്യത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കുറച്ച് കൊച്ചു കുട്ടികളെ കാണാനാകുന്നില്ല എന്ന് അനൗൺസ് ചെയ്യുന്നതിനിടയിൽ തമാശ കളിക്കുന്നവന്മാരുടെ അടുത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഏറ്റവും വേണ്ടപ്പെട്ട ആളെയാണ് കാണാതായതെങ്കിൽ നീയൊക്കെ ഈ സമയത്ത് ഇങ്ങനെ കളിക്കുമോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് അന്യായമാണുള്ളത്? എന്ത് തെറ്റാ ഉള്ളത്? നിന്റെ അമ്മയാണെങ്കിൽ പറയൂടാ അങ്ങനെ. ഈ തമാശ കളിച്ചവനോട് നിന്റെ മകളെയാണ് കാണാതായതെങ്കിൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവൻ വിവാഹിതനല്ലെങ്കിൽ അവൻ അതിന്റെ ഗൗരവം കിട്ടത്തില്ല. അതുകൊണ്ട് സ്വന്തം അമ്മമാർ എന്ന് പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഏറ്റവും വിലപിടിപ്പുള്ളതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രഞ്ജിനി ഹരിദാസ് അത് ചോദിച്ചത്. അതിൽ യാതൊരു തെറ്റുമില്ല. രഞ്ജിനിയെ വിമർശിക്കുന്നവര് ഒന്നുകൂടി ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയരാകണം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. നിങ്ങൾ ഇത്രയും മനോഹരമായി ഇട്ടൊക്കെ വരണം. ഈ രഞ്ജിനി ഹരിദാസിനൊപ്പം തന്നെ നടൻ ടൊവിനോയും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അയാളും വന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ തമാശ കാണിക്കരുത്, ഇത് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ കാണാതായ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളും ദേഷ്യപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, കുട്ടികളെ കാണാനില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അതിന്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളുമ്പോൾ കാണികൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുകയാണ്. അപ്പൊ എത്ര വലിയ ഗൗരവമുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടായാലും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്, അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതുമല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല, ആരാൻ്റമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്, നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ, നമ്മുടെ ആരും അല്ലല്ലോ കാണാതായത്. അങ്ങനെ ഉള്ളിടത്തോളം കാലം ആ സാഹചര്യം അങ്ങ് രസിക്കുന്ന ആളുകൾ കുറെ ഏറെ ഉണ്ട് എന്ന് വേണം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കുറെ ആളുകൾ പറയുകയാണ്, ആ ചെക്കനായതുകൊണ്ടൊന്നും പറഞ്ഞില്ല, നീ അമ്മയ്ക്കാണ് വിളിച്ചതെന്ന്. ഇതെങ്ങനെ അമ്മയ്ക്ക് വിളിയാകുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി മൈക്കിൽ കൂടെ നിന്ന് ഒരു വോട്ടർ ചോദിച്ചു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും തിരയിളക്കം ഒന്നും കണ്ടില്ലല്ലോ, ഇത്രയും ആവേശമൊന്നും പൊതുജനങ്ങളിൽ കണ്ടില്ലല്ലോ, പരമാവധി ആളുകളിലും. അപ്പൊ ആളും തരവും ഒക്കെ നോക്കിയാണ് നിങ്ങളും പ്രതികരിക്കുന്നത് അല്ലേ? ഒരു മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിച്ചപ്പോൾ മാസാണെന്ന് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ചായിരുന്നല്ലോ കുറെ പേര്. അതിന്റെ കാര്യത്തിൽ ആർക്കും ഇത്രയും തിളപ്പ് കണ്ടില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് പറയേണ്ടയിടത്ത് ഒരു സ്ത്രീ അത് പറഞ്ഞപ്പോൾ അതൊരു പ്രശ്നമായി. നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണം. അതിനാണ് മലയാള ഭാഷ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, പദങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് പറയേണ്ടി വന്നാൽ നമ്മൾ പറഞ്ഞു പോകും, ചോദിക്കേണ്ടി വന്നാൽ ചോദിച്ചു പോകും. അതിൽ യാതൊരു തെറ്റുമില്ല. യാതൊരു തെറ്റും ഇവിടെ രഞ്ജിനി ചെയ്തിട്ടില്ല. ഈ മരണ വീടും കല്യാണ വീടും ഒരുപോലെ ആക്കരുതെന്ന് പറയും. തമാശയൊക്കെ പറയേണ്ടടത്തേ പറയാവൂ. എല്ലായിടത്തും ഒരു തമാശ രസിക്കണമെന്നില്ല. അസ്ഥാനത്തുള്ള തമാശകൾ അപ്രിയം തന്നെയായിരിക്കും, അത് സ്വീകാര്യമായിരിക്കില്ല. അതിന് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം, ഇങ്ങനെ അസ്ഥാനത്ത് വളിപ്പടിക്കുന്നവന്മാർക്ക്. നിന്റെ അമ്മയായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നിനക്ക് വിഷമം തോന്നുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളിൽ തോന്നണമെങ്കിൽ സ്ത്രീകളെ മൊത്തത്തിൽ ബഹുമാനിക്കുന്നവനായിരിക്കണം. ഒരു വീട്ടിൽ സ്വന്തം അമ്മയോടാണ് ബഹുമാനം കാണിച്ച് പുരുഷന്മാർ തുടങ്ങുന്നത്. ആൺകുട്ടികൾ ചെറുപ്പത്തിൽ അമ്മയെ കണ്ടാണ് ഒരു സ്ത്രീ എന്താണെന്ന് പഠിക്കുന്നത്. അമ്മയിലൂടെയാണ് ഒരു സ്ത്രീയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും പരിഗണിക്കാനും ഒക്കെ പഠിക്കുന്നത്, ഒരു ആണ് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് കൊച്ചു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനാണ് ആദ്യ ഹീറോ എന്ന് പറയും. അച്ഛനെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾക്കേ പുരുഷന്മാരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, ബഹുമാനിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയും. ഇത് രണ്ടും ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്വന്തം അച്ഛനെ ബഹുമാനിക്കാത്ത സ്ത്രീകളും സ്വന്തം അമ്മയെ ബഹുമാനിക്കാത്ത പുരുഷന്മാരും മറ്റൊരു പുരുഷനെയോ സ്ത്രീയെയോ ബഹുമാനിച്ച ചരിത്രം കേട്ടിട്ടില്ല.
അപ്പോൾ ഇവിടെ കാണാതായിരിക്കുന്നതും പെൺകുട്ടികളാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാകുന്നില്ല. ഇത് അനൗൺസ് ചെയ്തതും ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോടും ഒരു ബഹുമാനവും മര്യാദയും ഇവർ കാണിക്കുന്നില്ല. ആ പറഞ്ഞ കാര്യത്തിനുള്ള ഗൗരവവും കൊടുത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഗൗരവം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ കനത്ത ചില ഡയലോഗുകൾ ചോദിക്കേണ്ടി വന്നേക്കാം. ഈ സാഹചര്യത്തിൽ അങ്ങനെ കനമുള്ള ഒരു ചോദ്യമാണ് രഞ്ജിനിയിൽ നിന്നും ഉണ്ടായത് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത് പോരായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പത്തിൽ ചോദിച്ചാലും ഒട്ടും തെറ്റില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിനി ഹരിദാസിനെ ഇങ്ങനെ വിമർശിക്കുന്നത്? കുറച്ച് പണവും സൗന്ദര്യവും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാളുടെ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണമായിരുന്നു. നീ അവൻ്റെ മുഖം മറക്കില്ല, നീ അവനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എന്താ അന്ന് അത്താഴം കഴിക്കില്ലേ, അവൻ ഉറക്കം വരില്ലേ? ഇങ്ങനെ അങ്ങ് നിസ്സാരമാക്കി ഈ ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ കണക്കാക്കുന്ന ആളുകളും ഇതുപോലെ തന്നെ തെറ്റ് ചെയ്യാൻ പ്രവണത കാണിക്കുന്ന ആളുകളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏത് വശത്ത് നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ഏകദേശ സ്വഭാവവും നമ്മുടെ ഓരോ തീരുമാനങ്ങളും നമ്മുടെ മനസ്സിലെ ആശയങ്ങളും. അപ്പോൾ തെറ്റിനൊപ്പം നിൽക്കാൻ നമ്മൾ പ്രേരിതരാകുന്നുവെങ്കിൽ ആ തെറ്റ് ചെയ്യാനുള്ള പ്രവണത നമ്മുടെ ഉള്ളിലും ഉണ്ടെന്ന് വേണം കരുതാൻ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെറിയ ദുരന്തങ്ങളാണെങ്കിലും വലിയ ദുരന്തങ്ങളാണെങ്കിലും ഇവിടെ സംഭവിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് അതൊരു കാഴ്ച മാത്രമാണ്. അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ യാതന അറിയാവൂ. ഈ പ്രളയ സമയത്തൊക്കെ ആ വെള്ളക്കെട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കാണാൻ പല നാടുകളിൽ നിന്ന് ആളുകൾ ചെന്നു എന്നാണ് പറയുന്നത്. ആ ഒരു വെള്ളപ്പൊക്ക സമയത്തെ, പ്രളയ സമയത്തെ ഒരു വിനോദസഞ്ചാരത്തിനുള്ള സമയം പോലെ കണ്ട മനുഷ്യരുണ്ട്. അവരൊക്കെ അത് കണ്ട് ഇതൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ, അതിൽ കിടന്ന് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ദുരിതം അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ മരണവീടുകളിൽ ചെന്ന് ആഘോഷിക്കുന്ന മാധ്യമപ്രവർത്തകരെ പോലെ തന്നെ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആഘോഷമാക്കുന്ന, ആസ്വദിക്കുന്ന മലയാളികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മളിവിടെ കണ്ടത്. പണ്ട് രഞ്ജിനി ഹരിദാസിന് നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യം ഇതുപോലെ ഒരു വേദിയിലുണ്ടായിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ രഞ്ജിനി ഹരിദാസിനെ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഇളക്കമാണ്, ഇവർ ഓവറാണ്, ഇവരൊക്കെ വന്നാൽ ഇവരുടെ പണി ചെയ്തിട്ട് പോയാൽ മതി, ഇവരൊന്നും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ അവതാരകരെ ഒരുമാതിരി വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. അതിപ്പോഴും വളരെ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും ജഗതി ശ്രീകുമാർ രഞ്ജിനി ഹരിദാസിനെ നിർത്തിക്കൊണ്ട് അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ. പക്ഷെ ആ രംഗമൊക്കെ ഒരു ചിരിയോടുകൂടി എത്ര ലൈറ്റായിട്ടാണ് രഞ്ജിനി ഹരിദാസ് കൈകാര്യം ചെയ്തത്. എത്രത്തോളം ഒരു ബുദ്ധിമുട്ടാകുമായിരുന്ന, സങ്കീർണമാകുമായിരുന്ന ഒരു സന്ദർഭത്തെ വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ രഞ്ജിനിക്ക് അന്നും കഴിഞ്ഞു. അന്നും അതിനുള്ള ഒരു പക്വത കാണിച്ചു. ഇന്നും ജഗതി ശ്രീകുമാറിൻ്റെ അത്തരം വില കുറഞ്ഞ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് എന്നതാണ്. നീ വന്നാൽ നിന്റെ പണി ചെയ്തിട്ട് പോയാൽ മതി. അതെന്താണ് ഒരു പണി? ഓരോ മനുഷ്യർക്കും ഓരോ തൊഴിലുണ്ട്. അവരുടെ തൊഴിൽ മാത്രമായിട്ട് അത് കണ്ടാൽ അതിനൊരു ജീവൻ കാണുമോ, അതിനൊരർത്ഥം കാണുമോ? ഒരു ഡോക്ടറുടെ ജോലി രോഗിയെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ്. വരുന്നു, എന്താ രോഗം, മരുന്നെടുക്കുന്നു, പൊയ്ക്കോ, ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുകയാണോ ചെയ്യുന്നത്? നമുക്ക് ഓരോ ഡോക്ടർമാരെ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം വരികയാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, എന്തായിരുന്നു കഴിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഉറങ്ങിയത്, ഉറക്കത്തിൻ്റെ പ്രശ്നം കേട്ടോ, അല്ലെ ആഹാരത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കുഴപ്പമില്ല, നമ്മൾ ഇന്ന മരുന്നൊക്കെ കഴിച്ചാൽ നമുക്ക് റെഡിയാകും എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം തോന്നാറില്ലേ? അതുപോലെ എഞ്ചിനീയർമാർ അവരുടെ പണി മാത്രം ചെയ്താൽ മതിയോ? അവർ അതിനകത്ത് ആത്മാർത്ഥതയൊന്നും കാണിക്കണ്ടേ? അല്ലെങ്കിൽ പണിയിലുപരിയായിട്ട് അവരൊന്നും അതിൽ കലർത്തണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? അവരൊരു അവതാരകയാണ്. അവരുടെ ബന്ധുക്കൾ, ഈ കാണാതായ കുട്ടികളുടെ ബന്ധുക്കൾ ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ്, ഇത്രയും കുട്ടികളെ കാണുന്നില്ല, അവരത് അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടത് അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ കടമയാണ്. സഹായിച്ചില്ലെങ്കിലും ആ സമയത്ത് കോമാളിത്തരങ്ങൾ വിളമ്പാൻ നിൽക്കരുത്. ഇനിയും സാഹചര്യം മനസ്സിലാക്കാതെ വളിപ്പടിക്കുന്ന, കോമാളിത്തരം കാണിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠം കൂടി ആകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? രഞ്ജിനി ഹരിദാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. യോജിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം രേഖപ്പെടുത്തൂ.